നമസ്കാരം കൂട്ടുകാരെ, നമ്മൾ ഇന്നുള്ളത് ബാംഗ്ലൂർ പാലസിലാണ്. ഏകദേശം 454 ഏക്കറിൽ പടർന്ന് കിടക്കുന്ന ഒരു വിസ്മയമാണ് ഈ ബാംഗ്ലൂർ പാലസ് എന്ന് പറയുന്നത്. കഴിഞ്ഞാൽ 45,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട് അതിന്റെ ബിൽഡിങ്ങിന് മാത്രം, ഏകദേശം 1 ഏക്കർ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാമല്ലോ അതിന്റെ വലിപ്പം എത്രയുണ്ടാവും. 34 ബെഡ്റൂമും സ്വിമ്മിംഗ് പൂളും ഒക്കെ ആയിട്ട് പണി കഴിപ്പിച്ച അതിമനോഹരമായ ഒരു നിർമ്മിതിയാണ് ബാംഗ്ലൂർ പാലസ്. വണ്ടിയൊക്കെ കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവിടെ എന്തോ ഒരു പരിപാടി നടക്കാനുള്ള ഒരുക്കമാണെന്ന് മനസ്സിലായത്. എന്താണെന്നൊന്നും ആദ്യം മനസ്സിലായില്ല. പിന്നെ അടുത്ത് ചെന്ന് സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അവിടെ ഒരു കല്യാണം നടക്കാൻ പോവുകയാണെന്ന്. ഏതോ ഒരു VIP-യുടെ മകളുടെ കല്യാണമാണ്. കർണാടക മുഖ്യമന്ത്രിയൊക്കെ പങ്കെടുക്കുന്ന വളരെ ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സെറിമണി. അപ്പോൾ അതിനുവേണ്ടി ആ കോമ്പൗണ്ട് എല്ലാം അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു. അതിനുവേണ്ടിയുള്ള ബഹളങ്ങളും അതിന്റെ സ്റ്റാഫുകളും ഇവന്റ് മാനേജ്മെന്റുകാരും ഒക്കെ ആയിട്ട് വളരെ ബിസി ആയിരുന്നു. ബാംഗ്ലൂർ പാലസ് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കയറാനോ കാണാനോ ഒന്നും പറ്റിയില്ല. കാണാൻ അവസരം ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിൽ ഫുള്ളി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. നമുക്ക് ഒരുപാട് ഏരിയയിലൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പോക്ക് വെറുതെയായി. നമുക്ക് അത് വേണ്ട രീതിയിൽ അതിനെ ഉപയോഗിക്കാൻ പറ്റിയില്ല. മറ്റൊരു അവസരത്തിലേക്ക് പോകാമെന്നുള്ള വിചാരിച്ച് ഞങ്ങൾ പതുക്കെ ആ ഏരിയയൊക്കെ ഒന്ന് കണ്ട് മടങ്ങാനുള്ള പ്ലാൻ ആയിരുന്നു ചെയ്തിരുന്നത്. ചോദിച്ചത് ഒരു ഗവൺമെന്റ് പ്രോപ്പർട്ടി എങ്ങനെയാണ് ഒരു പ്രൈവറ്റ് പരിപാടിക്ക് വേണ്ടി ഇങ്ങനെ കൊടുക്കാൻ പറ്റിയെന്ന്. പിന്നെയാണ് മനസ്സിലായത് 1873 ചാമരാജ വഡിയാർ ഇത് ബ്രിട്ടീഷുകാരുടെ മേടിച്ചതിന് ശേഷവും ഇന്ന് വരെ അത് മൈസൂർ രാജവംശത്തിന്റെ കൺട്രോളിലാണ്. അവരാണ് ഇതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും ഇതിൽ നിന്നുള്ള മെയിൻ്റനൻസും വരുമാനം എല്ലാം അവർക്കാണ്. ഗവൺമെന്റിന് അവിടെ ഒരു റോളും ഇല്ല. 250 രൂപയാണ് എൻട്രി ഫീസ്. പിന്നെ നമുക്കത് കാണാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ്, അത്രയ്ക്കും ഉണ്ട് അത്. അമ്യൂസ്മെന്റ് പാർക്കും വലിയ ഗാർഡനും ഒക്കെ ആയിട്ട് അന്നത്തെ രാജാവിന് വേണ്ടി പണി കഴിപ്പിച്ചല്ലേ. അപ്പം നമുക്ക് മനസ്സിലാക്കാമല്ലോ അത് എത്രത്തോളം ഭംഗിയുള്ളതായിരിക്കുമെന്ന്. അപ്പം എന്തായാലും ഈ പോക്ക് വെറുതെ ആയി. അടുത്ത ഒരു വരവിൽ ഒന്ന് കാണാമെന്നുള്ള പ്രതീക്ഷയോടെ ഞങ്ങൾ പതുക്കെ സ്ഥലം കാലിയാക്കി.